നിലാക്കനവിലെ നിലാകവിതയോ നീ ഈ പകലിലെ പോക്കുവെയിലോ നീ പിടഞ്ഞുണരും കനൽ മിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ ജയസുധയില്ലാതെ വീട്ടിലേക്ക് കയറി വരുന്ന സുദീപ്. ജയസുധ എവിടെയെന്ന ചോദ്യത്തിന് ശ്രുതി ഇവിടെ നിന്ന് പോകാതെ ജയസുധ വരില്ലെന്ന് പറയുന്ന സുദീപ്. ഈ വീട്ടിലെ സമാധാനത്തിന് ശ്രുതിയുടെ കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കേണ്ടെന്നും ശ്രുതിയെ ഇവിടെ നിന്ന് എത്രയും വേഗം പറഞ്ഞയക്കണമെന്നും പറയുന്ന സബിത. ശ്രുതിയുടെ കുഞ്ഞിനെ ലാളിക്കാൻ താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെന്നും ഇനി അതിന് പറ്റാത്തതിൽ വിഷമമുണ്ടെന്നും പറയുന്ന രവി. അയാളെ ആശ്വസിപ്പിക്കുന്ന സബിത. ഇതിന് താൻ മറ്റൊരു പോംവഴി കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന രവി. ഇനി തുടർന്ന് കാണുക. മോനെ, നീ ജയസുധയെ വിളിച്ചായിരുന്നോ? ഞാനെന്തിനു വിളിക്കണം? വിളിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെ ഉള്ളവരാ. സുദീപ് വിചാരിച്ച ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും. എങ്ങനെ തീർക്കും? നീ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ചില നേരത്തെ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുക. സബിതേച്ചി ഈ വീട്ടിലെ കുടുംബനാഥയാണെന്ന് നീ പറഞ്ഞിട്ടുള്ളത്. അച്ഛന്റെ സ്ഥാനമാണ് രവിയേട്ടനെന്നും. ഇപ്പൊ അതൊക്കെ എവിടെ പോയി? നീ അവർക്ക് വേണ്ടിയാ സംസാരിക്കേണ്ടത്. ഭാര്യ പറയുന്നത് കേൾക്കണ്ട, അനുസരിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നും കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് വഴിയാവരുത്. സുദീപ്, നീ എന്താ മാറിയത്? ഞാൻ മാറിയത് എങ്ങനെയാന്നല്ലേ നീ ചോദിച്ചേ? നീ പറഞ്ഞല്ലോ എന്റെ മാറ്റം കണ്ടിട്ട് നിനക്ക് അത്ഭുതമാണെന്നോ. എനിക്കിപ്പോ എന്നെ കാണുമ്പോ അത്ഭുതമല്ല, അവജ്ഞ തോന്നുന്നേ. ആരാ അതിന്റെ കാരണക്കാരൻ നിനക്കറിയോ? അറിയോ? കാര്യമൊന്നും അല്ല സുദീപ് പ്രശ്നം. നിന്റെ ഈ മാറ്റമാണ് എല്ലാരെയും വേദനിപ്പിക്കുന്നത്. ആ മാറ്റത്തിന്റെ കാരണം ഞാൻ പറയുന്നേ. ഞാൻ മാറാം, പഴയ പോലെ മാറാം. ഇപ്പോഴും ഞാൻ തയ്യാറാ. ഞാൻ വിളിച്ചു പറയാം, സകല സത്യങ്ങളും ഞാൻ വിളിച്ചു പറയാം. എന്നെങ്കിലും നീ എനിക്കൊരു അനുവാദം തന്നിട്ടുണ്ടോ? പറ. നിന്റെ കാലി വീണ് ഞാൻ കെഞ്ചിയതല്ലേ, എല്ലാം ഏറ്റു പറഞ്ഞ് സ്വീകരിച്ചോളാന്ന്. അതിന് പ്രതികാരം ചെയ്യുവാണോ നീ? അല്ല, ശ്വാസം വിടാൻ വയ്യാത്ത വിധം അവൻ എന്നെ വലിച്ചു മുറുക്കി വെച്ചിരിക്കുക. കൂടെ അവളുടെ കുടുംബക്കാരും. ഞാൻ പിന്നെ എങ്ങനെ മാറാതിരിക്കും? ഇനി എന്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. 2 വഴികൾ. ഒന്നുകിൽ സകലതും അവസാനിപ്പിച്ച് എല്ലാ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലണം. ഇതിൽ 2-ൽ ഏതെങ്കിലും ഒന്ന് നടക്കും, ഉറപ്പാ. സുദീപ്,
പൊടിമോനെ, നീയും അവളെ പോലെ വാശി പിടിക്കണ്ട. ചെന്ന് അവളെ വിളിക്കേ. എന്തിനു? പിന്നെയും നാണം കിടാനോ? എനിക്ക് വയ്യേ. അവൾക്ക് തോന്നുമ്പോ വരട്ടെ. ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളല്ലേ. ശ്രുതി, ഇങ്ങനെ ഒരേ ഇരിപ്പും കിടപ്പും നല്ലതല്ല. സ്റ്റെപ്പ് കയറരുത്, ഭാരം എടുക്കരുത് എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. ചെറുതായിട്ട് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സുഖപ്രസവത്തിന് അത് നല്ലതാണ് താനും. അതൊക്കെ ശരിയാ സബിതേച്ചി. പക്ഷെ അതിന് അമ്മ സമ്മതിക്കുന്നില്ല. ഒന്ന് കുനിഞ്ഞു നിവരാൻ പോലും സമ്മതിക്കുന്നില്ല. ശരി, അത് സാരമില്ല. വാ, നമുക്ക് പുറത്തുനിന്ന് പോയി നടക്കാം. വാ. വാ. ഞാൻ ദർശന ഡോക്ടറോട് സംസാരിച്ചിരുന്നു. ശ്രുതിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രുതിയെ ഇവിടെ നിർത്തുന്നതാ എല്ലാവർക്കും പ്രശ്നമെന്ന്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സബിതേച്ചി. ഞാനിവിടെ നിൽക്കുന്നതാണ് പ്രശ്നമെന്ന്. നിന്നിവിടെ ഞങ്ങളൊക്കെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാ കണ്ടിരിക്കുന്നേ. അച്ഛനാണെങ്കിൽ ഒരു മോളെ പോലെയും. അതുകൊണ്ടാണല്ലോ നിന്റെ പേരിൽ വിൽപത്രം വരെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ഞാൻ ആഗ്രഹിച്ചല്ലെന്ന് സബിതേച്ചിക്ക് അറിയാലോ. അതിന്റെ പുറത്തുണ്ടായ കലഹവും എനിക്കറിയാം. എനിക്കിനി എന്ത് സ്വത്ത് കിട്ടിയാലാ ചേച്ചി എന്റെ രക്തത്തിന്റെ, എന്റെ ജീവന്റെ പകുതിയുടെ പകരാവുന്നത്? ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവും ശ്രുതി നിനക്കൊപ്പം. നിനക്കിനി 1-2 മാസം കൂടിയല്ലേ ഉള്ളൂ പ്രസവിക്കാൻ. ഞങ്ങള് മനസ്സില് ഓരോന്ന് കരുതിയ കാര്യങ്ങൾ നീക്കിയത്. നീ ജയകൃഷ്ണന്റെ ഭാര്യയാണെന്നും സുരഭിയുടെ അനുജത്തിയാണെന്നും ഒക്കെ പറഞ്ഞത് അതുകൊണ്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച ദത്തെടുത്ത കുട്ടിയാണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവരായിരുന്നു. ഒരിക്കലും അത് നിന്റെ കുഞ്ഞാണെന്ന് അറിയില്ലായിരുന്നു. ഒന്നും അറിയാതെ നിനക്ക് പോവുകയും ചെയ്യായിരുന്നു. ഞാനത് തകർത്തു അല്ലേ സബിതേച്ചി? നിന്നെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനൊരു കാര്യം നിനക്ക് പറയേണ്ടി വന്നു. അച്ഛനും അമ്മയടക്കം സകല കാര്യങ്ങളും അറിഞ്ഞു. ഒന്നും അറിയരുതെന്നാ ഞങ്ങൾ കരുതിയത്. അത് നിനക്കും കുഞ്ഞിനും ഗുണമാവട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമാ. ഇനിയിപ്പോ ഇതിന്റെ പേരില് നാളെ ആരെങ്കിലും ചോദിച്ചു വരുമെന്നാ അമ്മയുടെ പേടി. ആര് വരാനാ ചേച്ചി? സൂര്യന് കീഴിൽ ഭൂമിക്ക് മുകളിൽ താങ്ങും തണലുമില്ലാത്ത ഒരേയൊരു ജന്മം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഉണ്ടായിരുന്നതൊക്കെ ഓരോന്നായി ഇല്ല മോളെ, നിനക്ക് നാളെ ഇതിലും മനോഹരമായൊരു ജീവിതം ദൈവം തരും. നിന്റെ കണ്ണീരും വേദനയും കഷ്ടപ്പാടും ഒക്കെ ദൈവം കാണുന്നുണ്ട്. അതിന് ഒരു ഫലം കാണിച്ചു തരാതിരിക്കില്ല.
ഇപ്പം നിങ്ങൾ മനസ്സിൽ കരുതിയിരുന്ന പ്ലാൻ ഞാനായിട്ട് പൊളിച്ചല്ലോ. എന്തോ പ്ലാൻ ഉണ്ടെന്ന് മനസ്സിലായി. പറഞ്ഞാട്ടെ. ശ്രുതിയെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റുക, നമ്മുടെ സൂസൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക്. അവിടുന്ന് ഡോക്ടറുടെ ഏർപ്പാടിൽ ആരും അറിയാതെ മറ്റൊരു ആശുപത്രിയിലേക്ക്. അവിടെയായിരിക്കും ശ്രുതിയുടെ പ്രസവം, ആരും അറിയാതെ. അപ്പോ അച്ഛനോടും അമ്മയോടൊക്കെ എന്ത് പറയും? ശ്രുതിയുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് രവി അച്ഛനോടും അമ്മയോടും പറയും. എനിക്കൊരു ബന്ധുക്കളും ഇല്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. പിന്നെ ഏത് ബന്ധുക്കളുടെ കാര്യം പറയുന്നെന്ന് ചോദിക്കില്ലേ? തുടക്കം മുതലേ നമ്മൾ കള്ളങ്ങൾ മാത്രമല്ലേ ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ജയകൃഷ്ണൻ, സുരഭി, അങ്ങനെ പലതും. ഇവിടെയും അങ്ങനൊരു കള്ളം പറയണം. കളങ്കമുള്ളവൾക്ക് കള്ളങ്ങൾ പറഞ്ഞ് പരിഹാരം കണ്ടെത്താൻ പറ്റും അല്ല രവിയേട്ടാ? ഇതായിരിക്കും എന്റെ അവസാനത്തെ കള്ളം. അതോ ഇനിയും? ആ ഒരു കള്ളം കൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീരും ശ്രുതി. അങ്ങനെയെങ്കിലും എല്ലാം തീരട്ടെ. ശരിയാ, തീരട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. സബിതേച്ചി, അപ്പൊ നിങ്ങൾ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ എന്നെ ഇറക്കി വിടാൻ? ഇതല്ലാതെ വേറൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ശ്രുതി. തീരട്ടെ, എല്ലാം തീരട്ടെ. ശ്രുതി ആരും അറിയാതെ പുതിയൊരു ഹോസ്പിറ്റലിൽ പ്രസവിക്കും. നിന്നെയും കുഞ്ഞിനെയും അവര് സുരക്ഷിതമായിട്ട് അവിടെ നോക്കും. ഇതൊന്നും ആരും അറിയില്ല. അപ്പോ ദത്തെടുത്ത് കൊണ്ടുവരുന്ന കുഞ്ഞ് എന്റെയാണെന്ന് ആരും അറിയില്ല അല്ലേ? ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയോ ബന്ധുക്കളുടെ കൂടെയോ പോയി നിങ്ങളെയൊക്കെ ചതിച്ചിട്ട്. അതല്ലേ ഇനി പുതിയ കള്ളം? അത് തന്നെയാ മോളെ. എത്ര നിസ്സാരമായിട്ട് സബിതേച്ചി നിങ്ങൾക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയുന്നത്? ഇതുപോലെ ആവില്ലേ ഒരിക്കലും എന്റെ കുഞ്ഞിനെയും നിങ്ങൾ? ശ്രുതി, ചങ്കിയെ കൊള്ളുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. ഒന്നാമത് ഞങ്ങൾ ആകെ തകർന്നിരിക്കുക. നാളെ ഈ തറവാട്ടിലൊരു കുഞ്ഞു വരും. നിങ്ങളുടെ ഭാഷയിൽ ഈ തറവാട്ടിന്റെ നേരവകാശി, നിങ്ങളുടെ സുദീപിന്റെ കുഞ്ഞ്. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കും തോന്നില്ലേ എന്തിനായി വഴിപഴച്ചുണ്ടായ കുഞ്ഞിനെ ലാളിക്കുന്നെന്ന്, സ്നേഹിക്കുന്നെന്ന്? അവനെ നിങ്ങളന്ന് ഇതേപോലെ 2 വാക്കിൽ തെരുവിൽ ഉപേക്ഷിക്കില്ലേ? പറ, ഉപേക്ഷിക്കില്ലേ? നിനക്ക് ഞങ്ങൾ എന്തും പറയാം, വാക്കുകൾ കൊണ്ട് ശിക്ഷിക്കാം. അത് കേൾക്കാനുള്ള ബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഇത്രയും വേണ്ട ശ്രുതി. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതിനല്ലേ ശ്രുതി ആ കുഞ്ഞിന്റെ പേരിൽ തറവാട്ടിൽ സ്വത്ത് എഴുതി വെക്കുന്നേ? ഇനി ദത്തെടുക്കാൻ അതിലേറെ സ്വത്തുക്കൾ കൊടുക്കണം. സ്വത്ത്, അതിനുവേണ്ടിയുള്ള യുദ്ധം ഞാൻ കണ്ടതല്ലേ രവിയേട്ട? എല്ലാവരും ചേർന്ന് ആ പാവം വയസ്സായ അച്ഛനോട് മല്ലിടുന്നത്. ഇതാണ് അവസ്ഥയെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ എന്താ സുരക്ഷ? അങ്ങനെയൊന്നും പറയില്ലേ ശ്രുതി. നീ ഇങ്ങനെ എഴുതപ്പുറം വായിക്കല്ലേ. നീ നോക്കിക്കോ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞായിട്ട് ഇവിടെ വളരും. നിനക്കത് കാണാം. മനസാക്ഷിയില്ലാതെ നൊന്തുപെറ്റ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന എനിക്ക് ഇതൊക്കെ പറയാൻ എന്താ യോഗ്യതാന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിന്റെയും
ആ കോട്ടിൽ വളരുന്ന കുഞ്ഞിന്റെ ഈ അവസ്ഥയാ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ. എന്റെ കുഞ്ഞിന്റെ അസ്തിത്വം എന്നെങ്കിലും ആരെങ്കിലും അറിയും. പിന്നെ വഴിപഴച്ചവളുടെ കുഞ്ഞെന്ന ലേബലിലായിരിക്കും വളരേണ്ടത്. ആൾക്കാരതിനെ കുത്തി നോവിക്കില്ലേ? അങ്ങനെയൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ നിങ്ങൾക്ക്? ഇതൊക്കെ ശ്രുതിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാ. നിന്നെ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഒരു തോന്നലായിട്ട് പോലും ഞങ്ങളുടെ മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ ഇതൊക്കെ. അതൊന്നും ഉണ്ടാവാതിരിക്കാനാ ഇത്രയും ഒരു റിസ്ക് എടുത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഒരിക്കലും ആരും അറിയില്ല. കാരണം നീ നിന്റെ ബന്ധുക്കളുടെ കൂടെ പോയി. പിന്നെ നിന്നെപ്പറ്റി യാതൊരു വിവരമില്ലാന്നേ എല്ലാവരും ധരിക്കൂ. പിന്നെ കുറെ നാൾ കഴിഞ്ഞാ ഞങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്തോണ്ട് വരുന്നേ. കൊണ്ടുവരുന്നത് ശ്രുതിയുടെ കുഞ്ഞാന്ന് നമ്മൾ ആരോടും പറയുന്നുമില്ല. അത് വേറെ ഏതോ ഒരു കുഞ്ഞ് ലീഗലി അഡോപ്റ്റ് ചെയ്താന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നീയും നിന്റെ കുഞ്ഞും ഇവിടെ ഒരു ചർച്ചയാവുന്നില്ലല്ലോ. ഇങ്ങനെ എന്നെ പറഞ്ഞു വിടാനായിരുന്നെങ്കിൽ എത്രയോ തവണ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതാ. ഞാൻ എവിടേക്കെങ്കിലും പോയിക്കൊള്ളാന്നും മാറി താമസിച്ചോളാന്നും. അന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒഴിവാക്കായിരുന്നു. ഇങ്ങനെയൊക്കെ എത്തുമെന്ന് നമ്മളാരും കരുതിയില്ലല്ലോ ശ്രുതി. ഇനിയിപ്പോ കഴിഞ്ഞതൊന്നും ചിന്തിക്കണ്ട. നമ്മളൊരു തീരുമാനം എടുത്തല്ലോ. അച്ഛനോടും അമ്മയോടും ശ്രുതി തന്നെ ഇക്കാര്യം പറയണം. ഞാൻ എന്റെ ബന്ധുക്കളുടെ കൂടെ പോകുന്ന കാര്യമല്ലേ? എനിക്കാരുമില്ലെന്ന് അവർക്കറിയില്ലേ? ഞാൻ തന്നെ എത്രയോ തവണ പറഞ്ഞതാ. ഇപ്പൊ പെട്ടെന്നൊരു ബന്ധുക്കൾ. അല്ല, അത് ശ്രുതിയെ ചതിച്ചുപോയ ഒരാളുടെ കഥ പറഞ്ഞില്ലേ? ശ്രുതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ. അയാളിപ്പോ തിരിച്ചു വന്നു പറയണം. അതാവുമ്പോ ചിലപ്പോ എല്ലാരും വിശ്വസിക്കും. എന്നെ ചതിച്ചു പോയവൻ തിരിച്ചു വന്നു പറയണല്ലേ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ വന്നു. കൊള്ളാം സബിതേച്ചി. മോളെ, അതാവുമ്പോ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ലല്ലോ. അതല്ലേ നല്ലതും. പറയാം, അത് തന്നെ പറയാം. എന്റെ കുഞ്ഞെന്നോട് പൊറുക്കുമായിരിക്കും. ഞാൻ ഇറങ്ങാം ഇപ്പൊ തന്നെ. ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. ഞാൻ എല്ലാരോടും പറയാം. സുദീപിനോട് യാത്ര പറയാം. എല്ലാവരോടും. സബിതേച്ചി, നന്ദിയുണ്ട്. ഇത്രയും നാൾ എന്നെ നോക്കിയതിന്, സ്നേഹിച്ചതിന്, പരിപാലിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്താ
ഇതാരാ പറഞ്ഞ രവിയേട്ടനോട്? അവള് തന്നെ. ശ്രുതിയോ? ആ, എന്താ പറഞ്ഞേ? അത് അവൾ അങ്ങോട്ട് വിളിച്ചതാണോ അവൻ ഇങ്ങോട്ട് വിളിച്ചാണോ എന്ന് എനിക്കറിയില്ല. രണ്ടുപേരും ഒരുമിക്കാൻ പോവാന്ന്. അല്ല, അവൾക്ക് ആരുമില്ലെന്നല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞേ? പൊടിമോനെ, അവള് പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? ഓരോ സമയത്ത് ഓരോ കള്ളം. ബന്ധുക്കളില്ല, പേരൻസ് ഇല്ല എന്നൊക്കെയല്ലേ ആദ്യം പറഞ്ഞത്. വന്ന് കേറിയത് വിനയായി. ഇപ്പൊ അവള് പോവാന്ന്. പോവാൻ തീരുമാനിച്ചോ? അപ്പോ അവളുടെ കുഞ്ഞ്? അബദ്ധം പറ്റിയതെന്നല്ലേ അവള് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആവുന്ന ആര് കണ്ടു? കുഞ്ഞിനെ കിട്ടുമെന്ന് കരുതി. ഒരിടത്ത് കിട്ടാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അവസാനം അവൻ ആളെയും കൂട്ടി വന്ന് പ്രശ്നം ഉണ്ടാക്കി തന്നെ. രവിയേട്ടൻ ആളെ കണ്ടോ? ഈ പറഞ്ഞാളെ? ഏയ്, ഞാനെന്തിനാ കാണുന്നേ? സംസാരിച്ചോ? അതൊന്നും വേണ്ട. അവൻ ആളത്ര ശരിയല്ല എന്നാ തോന്നുന്നേ. ഇനി വൈകാലേ അവൻ ഇങ്ങോട്ട് വരുമെന്ന്. ഒന്നും അറിയാതെയും കേൾക്കാതെയും എങ്ങനെയാ അവളെ പറഞ്ഞയക്കുക? അതിന് നമ്മൾ ആശുപത്രി എത്തിച്ചാ പോരെ പൊടിമോനെ? അവനവിടെ എത്തിക്കോളാംന്ന്, ബന്ധുക്കളെയും കൂട്ടി. ഏത് ബന്ധുക്കൾ? ആരുടെ കാര്യം ഈ പറയുന്നേ? ആരാന്നൊന്നും നമുക്കറിയില്ല. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ മനസ്സിലാക്കിയത് അവൾ അവളുടെ വീട്ടുകാരായിട്ടെന്തോ പ്രശ്നം ഉണ്ടാക്കി നാട് വിട്ടു പോന്നു. ഇപ്പോഴായിരിക്കും അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. അതോ അവൾ അന്വേഷിച്ച് അങ്ങോട്ട് വിളിച്ചാണോന്നും അറിയില്ല. ഏതായാലും പോണെന്ന് അവൾ പറഞ്ഞു. അവൾ പോണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തടയാൻ പറ്റുമോ? പോട്ടടാ. രവിയേട്ടാ, ഇവിടുത്തെ ഇഷ്യൂസൊക്കെ കണ്ട് അവൾ രക്ഷപ്പെട്ട് പോയതായിരിക്കും. അല്ലാതെ വരാൻ വഴിയില്ല. അവൾ പോകുന്നേ പോട്ടെ പൊടിമനെ. നമുക്കെന്തിനാ വേണ്ടാത്ത തലവേദന? കാശ് വല്ലതും വേണമെന്ന് ചോദിച്ചു. വേണ്ട, അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിലെ പേയ്മെൻറ്റ് പോലും അവളാണ് നടത്തിയത്. പോട്ടെ, നമ്മുടെ പേരുദോഷം മാറി കിട്ടുമല്ലോ. Yeah.